അപ്പോൾ ഇന്നത്തെ ലൈവിൽ ലാലേട്ടൻ നല്ല കട്ടക്കലിപ്പിലാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദിലോടും നൂറയോടും, നിങ്ങൾ എന്ത് ആക്റ്റാണ് കാണിക്കുന്നത്? കട്ടക്കലിപ്പിലാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന്. അപ്പോൾ ലാലേട്ടൻ എടുത്ത വഴി ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ അത് ചെയ്തത് എന്ന്. ലാലേട്ടൻ ചൂടായപ്പോൾ ആദിലും നൂറയും ഒന്ന് പതറിയിട്ടുണ്ട്. അവർ ഒന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അനുമോളുടെ ഭാഗം അവർ പറയുന്നില്ല. അവരും സംശയം തന്നെയാണ് നൂറ പറയുന്നത്. അവരത് ചെയ്തോ ചെയ്തില്ല എന്ന് ആദ്യം ഉറപ്പിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. നമ്മുടെ ഷാനവാസും റെനയും ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നാണ് നമ്മുടെ ഈ ലാലേട്ടനുമായിട്ടുള്ള സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജിസേലിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ജിസേലും പറയുന്നുണ്ട് അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിട്ടില്ല എന്ന്. ആദിലും നൂറയും പിന്നെ കിടന്നുരുളുകയാണ്. അനുമോൾക്ക് സപ്പോർട്ടായിട്ട് ഇപ്പോൾ പറയുന്നൊന്നുമില്ല. അനുമോൾ ഒരേ കോൺഫിഡൻസിൽ അവിടെ ഇരിക്കുകയാണ്. താൻ കണ്ടു എന്നുള്ള ഇതിൽ തന്നെ ഉറച്ച് ഇരിക്കുകയാണ് കേട്ടോ. ആദിലും നൂറയും അവരുടെ ഭാഗം സമർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ കലിപ്പ് മാറുന്നൊന്നുമില്ല. അവർ പറയുന്നുണ്ട് അത് സത്യമാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കും അറിയില്ല എന്ന്. ലാലേട്ടൻ അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ഇതൊരു ഷോ അല്ലേ? ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ അനുമോളെ എടുത്തിട്ട് കുടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾ ആകെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റനായ നെവിനോട് ചോദിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം ഉറപ്പില്ല ലാലേട്ട, അത് അനുമോളുടെ ഒരു ഇതിൽ പറയുന്നതാണ്. അനുമോൾ കണ്ടു എന്ന് തന്നെയാണ് അനുമോൾ പറയുന്നത്. ഞാനും അത് ഉറപ്പിച്ചിട്ടില്ല. ജിസേലും ആര്യനും ഒക്കെ നല്ല വിഷമത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അനുമോളെ 2-3 വട്ടമൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ എടുത്തിട്ട് കുടയുന്നുണ്ട്. അനുമോൾ ഈ പറഞ്ഞൊരു ആക്ടിനെ പറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. ആര്യൻ പറയുന്നുണ്ട് ഇവൾക്ക് എന്നോട് പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് ഇവളിങ്ങനെ എന്നോട് ചെയ്യുന്നത്. ലാലേട്ടൻ വീണ്ടും അനുമോളുടെ അടുത്ത് തന്നെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമോളോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന്. ഞങ്ങൾ ഒന്നും കാണാത്ത കാര്യം നിങ്ങൾ മാത്രം എങ്ങനെ കണ്ടു എന്ന്. എനിക്കറിയില്ല ലാലേട്ട എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. അതെന്താ അറിയില്ല എന്ന് പറയുന്നത്? തോന്നിവാസം പറഞ്ഞിട്ട് അറിയില്ല എന്നാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് ലാലേട്ടൻ ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോഴും അനുമോൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പുതപ്പിനടിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമോൾ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. ഇത് കേട്ട് ആര്യൻ ഒന്നും കൂടി ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അനുമോൾ ഒരു കൂസലില്ലാതെയാണ് ലാലേട്ടൻ്റെ മുന്നിൽ അങ്ങനെ പറയുന്നത്. വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്തൊന്നും ആൾ കാണിക്കുന്നില്ല, കരയുന്നുമില്ല. അപ്പോൾ ആര്യൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഒരു ഇത്തിരിയെങ്കിലും ഒരു ഇതുണ്ടോ നിനക്ക് എന്ന്. നല്ല ദേഷ്യത്തിലാണ് അനുമോളോട് ചോദിക്കുന്നത്, ലാലേട്ടൻ്റെ മുന്നിൽ തന്നെ വെച്ച്. അങ്ങനെ ജിസേലിനെ പറ്റി അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്. മുന്നത്തെ അനുമോളുടെ ഒരു വീഡിയോ അനുമോൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ജിസേൽ അനുമോൾ ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുമ്പോൾ അനുമോൾ വല്ലാത്ത രീതിയിൽ ജിസേലിനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാത്ത കാര്യം പറയരുത്, നിങ്ങൾ അത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് ജിസേലിനോട് പെരുമാറുന്ന കണ്ടു. ലാലേട്ടൻ പറയുന്നുണ്ട് അന്ന് ജിസേൽ എത്ര നല്ല രീതിയിലാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്. അവർ നന്നായിട്ട് കളിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അടുത്തത് നമ്മുടെ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യയാണ് ലാലേട്ടൻ പിടിക്കുന്നത്. ശൈത്യയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതിലെന്ന്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനുമോൾക്ക് ആര്യനോട് പണ്ടൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ആര്യനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും ഇവിടെ വെച്ച് പറയുന്നുണ്ട്. അനുമോൾ അപ്പോൾ പറയുന്നുണ്ട് അത് ഒരു തമാശയ്ക്കാണ്, എന്നേക്കാൾ ചെറിയ ആളിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്നേക്കാൾ കുഞ്ഞല്ല അവൻ, അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ
വൈൽഡ് കാർഡ് എൻട്രി ആയ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട് അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് മാത്രം മതി, അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലാണ്. നമ്മൾ തിരിച്ചു പറയുന്നതൊന്നും അനുമോൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും അനുമോൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇതാണ് കിട്ടുന്നത്. അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രീസായ ജിഷിനോടും സാബുവിനോടൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ അവരെല്ലാം പറയുന്നത് അവരാരും കണ്ടിട്ടില്ല, ഇങ്ങനെ അനുമോൾ പറയുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അക്ബർ പറയുന്നുണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ ഇറങ്ങിപ്പോയി എന്ന്. ആര്യൻ പറയുന്നുണ്ട് ഇവൾക്ക് എന്നോടൊരു ഇഷ്ടം ആദ്യം ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇവൾ എന്നോടിങ്ങനെ കാണിക്കുന്നത് എന്ന്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനുമോളെ വളരെ മോശമായിട്ടുള്ളൊരു ഇതിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൗസിൽ ഒത്തിരി പേര് ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അനിശരത്തും പറയുന്നുണ്ട്. അപ്പം അനിശരത്തും ഇങ്ങനെ ഈ ഒരു കാര്യം ആര്യൻ്റെ കൂടെയൊക്കെയാണ് നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. എന്തായാലും അനുമോളെ നന്നായിട്ട് നമ്മുടെ ലാലേട്ടൻ കുടഞ്ഞിട്ടുണ്ട് കേട്ടോ.